Hi all, welcome to our new session. Today we are going to discuss some questions from the chapter The Kitemaker. It was written by Ruskin Bond. So, who is Ruskin Bond? Ruskin Bondനെ കുറിച്ച് അറിയണം. The Kitemaker എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ട് ആണ്. So, Ruskin Bond is an Indian author of British descent. ബ്രിട്ടീഷ് വംശജനായ ഒരു ഇന്ത്യൻ നോവലിസ്റ്റ്, ഇന്ത്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഇന്ത്യൻ റൈറ്ററാണ്, ഇന്ത്യൻ ഓതറാണ് റസ്കിൻ ബോണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് ഇയർ ഈക്വലൻസി ടെക്സ്റ്റിൽ 76 പേജിൽ നിങ്ങൾക്ക് കൈറ്റ് മേക്കർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി കാണാം. ആ ഒരു ടെക്സ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ എബൌട്ട് ദി ഓതർ അതാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ ഓതർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ് ആൻഡ് ഇൻ 1992 ദ സാഹിത്യ അക്കാദമി ആൻഡ് ഇന്ത്യൻ നാഷണൽ അക്കാദമി ഓഫ് ലിറ്ററേച്ചർ ഓണേർഡ് ഹിം വിത്ത് ദ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ദഹ്റ. അദ്ദേഹത്തിൻ്റെ ബുക്കിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1999 ആൻഡ് പത്മഭൂഷൺ ഇൻ 2014. He now lives with his adopted family in Landor in Missouri. ഉത്തരാഖണ്ഡിലുള്ള അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. സോ ഒരു കണ്ടംപററി റൈറ്റർ കൂടിയാണ് നമ്മുടെ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ടിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നിങ്ങളുടെ തേർഡ് യൂണിറ്റ് ലോർസ് ഓഫ് ലവ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ദ കൈറ്റ് മേക്കർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻസ്. So the very first question is, do you see children flying kites nowadays? If not, why? ചോദ്യം ഇതാണ്, do you see children flying kites nowadays? ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കുട്ടികൾ പട്ടം പറത്തുന്നത് കാണാറുണ്ടോ? ഇഫ് നോട്ട്, നിങ്ങളുടെ ഉത്തരം നോ എന്നാണെങ്കിൽ why? എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ആ ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ് ഹിയർ, യെസ്. Even now, children fly kites in rural areas. Rural areas means village. അല്ലേ? ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെയെങ്കിലും കാണാൻ സാധിക്കും ഈ ഒരു കൈറ്റ് ഫ്ലൈയിങ് എന്നുള്ള പറയുന്ന ആ ഒരു ആർട്ട്. ഓർ ഓൺ സീ ഷോർസ്, അത് കോമൺലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ അവിടെ പട്ടം പറത്തുന്നതും കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരൊക്കെ പട്ടം പറത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Nowadays, children prefer spending time with mobile and online gaming. സത്യമാണ്, ഇപ്പോഴത്തെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും കൂടുതൽ സമയവും മൊബൈലിലും അതേപോലെ ഓൺലൈൻ ഗെയിമിങ്ങിലും ഒക്കെ ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതർവൈസ് ദേ വാച്ച് മൂവീസ് ഓൺ TV ഓർ മൂവീസ് ടു തിയേറ്റർ. അല്ലെങ്കിൽ ടി വിയിൽ സിനിമ കാണും, തിയേറ്ററിൽ പോയി സിനിമ കാണും. ഇതിനൊക്കെയാണ് പാസ് ടൈം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങൾ അങ്ങനെയാണ് അവർ ആഘോഷമാക്കുന്നത്. സിൻസ് ദെയർ പേരൻസ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഫ്ലൈയിങ് കൈറ്റ്സ്, ചിൽഡ്രൻ ആർ നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ, നിങ്ങളുടെ പേരൻ്റ് പുസ്തകം വായിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ പേരൻസ് എന്ത് ചെയ്യുന്നു അത് തന്നെ അവരൊരു റെപ്ലിക്ക ആയിരിക്കും, അല്ലെങ്കിൽ അവരത് മിമിക് ചെയ്യാനായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പേരൻസിന് കൈറ്റ് ഫ്ലൈയിങ് ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നാത്ത സ്ഥിതിക്ക് കുട്ടികൾക്കും അതത്ര പഴക്കമില്ലാത്തൊരു കാര്യമായി മാറി. മോറോവർ, there are not many open spaces left for this pastime. ഈ ഒരു ഒഴിവ് സമയം അല്ലെങ്കിൽ ഈ ഒരു ലെഷർ ടൈമിന് വേണ്ടി കൈറ്റ് ഫ്ലൈയിങ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമിന് വേണ്ടി ഒരുപാട് ഓപ്പൺ സ്പേസസ് ഒന്നും ഇപ്പോൾ ഇല്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? പറ്റാവുന്നത്ര ബിൽഡിങ്ങുകൾ പൊങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഓപ്പൺ സ്പേസസ് ഇല്ലാത്തതും ഇതിനൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാം. And also most of the children don't know the art of this game. അത് മാത്രമല്ല, ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഈ ഒരു ഇതിൻ്റെ ആർട്ടിനെ കുറിച്ച്, ഈ ഒരു പട്ടം പറത്തുന്നതിന് ഒരു കലയുണ്ട്, അതിനെക്കുറിച്ച് അറിയില്ല. കൈറ്റ് ഫ്ലൈയിങ് ലോസ്റ്റ് ഇറ്റ്സ് ചാം ഡ്യൂ ടു മോഡേൺ നോട്ട് സോഷ്യൽ ഇൻഡോർ ലൈഫ് ഹാബിറ്റ്സ്. ഇപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ ഒരിക്കലും കുട്ടികളെ വെളിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് ഒരു പാസ്റ്റ് ഒരു 10 years മുമ്പൊക്കെ ഉള്ള അവസ്ഥയിലല്ല നമുക്ക് ഭയങ്കര ഭയമാണ് അല്ലേ? അത്ര സേഫ്റ്റി ഒന്നും നമ്മൾ എൻഷുർ ചെയ്യുന്നില്ല. സോ നമുക്ക് ഇൻഡോർ ആയിട്ട് അകത്തിരുന്നുള്ള കാര്യങ്ങളൊക്കെ കളിപ്പിക്കാനും അല്ലെങ്കിൽ ഫോൺ കൊടുക്കാനും ഒക്കെയാണ് നമുക്ക് താല്പര്യം. സോ കൈറ്റ് ഫ്ലൈയിങ് എന്ന് പറയുന്ന ആ ഒരു ആർട്ടിന് വേണ്ടി അതിൻ്റെ ഒരു ചാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചാം മീൻസ് ഇറ്റ്സ് ബ്യൂട്ടി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ ഈ കൈറ്റ് ഫ്ലൈയിങ്ങിന്, ബട്ട് നൗ ഇറ്റ് ലോസ്റ്റ് ഇറ്റ് ചാം എന്ന് പറയുന്നു. ഓക്കെ, സോ ഇതൊരു നമ്മുടെ ഓൺ റൈറ്റിങ്ങിൽ എഴുതാൻ അല്ലെങ്കിൽ ഓൺ വേർഡ്സിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ചൂസ് ദിസ് ആൻസർ ഓർ അതർവൈസ് യു ക്യാൻ റൈറ്റ് യുവർ ഓൺ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why did the older man continue to make kites even when his shop was no longer there?
കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൈറ്റ് ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മുടെ കഥയിൽ കൈറ്റ് മേക്കർ എന്ന് പറയുന്ന കഥയിൽ മെഹമൂദ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ കഥ പോകുന്നത്. അതിൽ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഓൾഡ് മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് മെഹമൂദ് എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ്. സോ വൈ ഡിഡ് ദ ഓൾഡ് മാൻ കണ്ടിന്യൂ ടു മേക്ക് കൈറ്റ്സ്? ഇപ്പോഴും എന്തുകൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായിട്ട് ഈ പട്ടം ഉണ്ടാക്കുന്നത്? ഈവൻ വാൻ ഹിസ് ഷോപ്പ് വാസ് നോ ലോങ്ങർ ദെയർ. ഇപ്പോൾ അദ്ദേഹത്തിന് ഷോപ്പൊന്നും ഇല്ല, എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് ചോദ്യം. The older man continued to make kites for his own amusement and as playthings for his grandson. Grandsonന്റെ പേര് അലി എന്നാണ്. യു ക്യാൻ ആഡ് ഹിസ് നെയിം ഓൾസോ. അപ്പോൾ അലി എന്ന് പറയുന്ന ക്യാരക്ടറും മെഹമൂദ് എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് മാത്രമാണ് നമ്മുടെ കൈറ്റ് മേക്കർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അലിക്ക് വേണ്ടിയിട്ടും അത് മാത്രമല്ല കൈറ്റ് മേക്കർ നമ്മുടെ മെഹമൂദിൻ്റെ സ്വന്തം ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം കൈറ്റ് ഉണ്ടാക്കുന്നത്. So the next question is, why did many people not buy kites? ഇപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഒരുപാടായിട്ട് കൈറ്റ്സ് വാങ്ങാത്തത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. The grown up people had no time for flying kites. ഇപ്പോൾ മുതിർന്ന ആൾക്കാർക്ക് പട്ടം പറത്തിക്കൊണ്ട് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. They hated it. അവർ വെറുക്കുന്നു എന്ന് പറയുന്നില്ല പുസ്തകത്തിൽ, എന്നാലും സിമ്പിളായിട്ട് ആൻസർ എഴുതുമ്പോൾ നമുക്ക് we can use this sentence. And the children spend money on seeing films. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സിനിമ കാണാനോ ഒക്കെ സമയം ചിലവഴിക്കാനാണ് കുട്ടികൾക്ക് ഇഷ്ടം. സോ മെനി പീപ്പിൾ ഡിഡ് നോട്ട് ബൈ ദ കൈറ്റ്സ്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ആൾക്കാർ എന്ത് ചെയ്യാത്തത്? പട്ടം വാങ്ങാത്തത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Describe the special features of the kite Mahmud had once made at the request of the Nawab. Describe the characteristic features of the dragon kite made by Mahmud. അപ്പോൾ മെഹമൂദിൻ്റെ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കുന്ന ഒരു ട്രെൻഡ് നമുക്ക് ഈ പ്രീവിയസ് ഇയറുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ കാണാം. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമാണ്. 2 തരത്തിൽ ചോദിക്കാം. ഒന്നുകിൽ ഡിസ്ക്രൈബ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ കൈറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി ഡ്രാഗൺ കൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം. സോ ഹിയർ ഈസ് ദി ആൻസർ. Dragon kite was a very special kind made at the request of the Nawab. നവാബിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നവാബിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നിർമ്മിച്ച ഒരു പട്ടമായിരുന്നു ഡ്രാഗൺ കൈറ്റ്. ഇറ്റ് ഹാഡ് സം കളേർഡ് ഡിസ്ക്. അതിൽ കളേർഡ് ഡിസ്ക് ഒക്കെ പിടിപ്പിച്ചിരുന്നു. ടു ദ എക്സ്ട്രീമിറ്റി ഓഫ് ഈച്ച് ഡിസ്ക്, ആ ഓരോ ഡിസ്കിൻ്റെയും അറ്റത്ത് ഹി ടൈഡ് എ സ്പ്രിങ് ഓഫ് ഗ്രാസ് ഫോർ ബാലൻസ്. നമ്മുടെ എന്താ പറയുന്ന ഒരു പുല്ല് ഇങ്ങനെ സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഒരു ഗ്രാസ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു ഫോർ ബാലൻസിന് വേണ്ടിയിട്ട്. ദ സർഫസ് ഓഫ് ദ ഫോർമോസ്റ്റ് ഡിസ്ക് വാസ് സ്ലൈറ്റ്ലി കോൺവെക്സ്. ഒരു കോൺവെക്സ് ആകൃതിയിൽ നമുക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ സർഫസ് കാണുമ്പോൾ. അതിൻ്റെ സർഫസ് നോക്കുമ്പോൾ ഒരു കോൺവെക്സ് പോലെ. ആൻഡ് എ ഫെൻറ്റാസ്റ്റിക് ഫേസ് വാസ് പെയിൻറ്റഡ് ഓൺ ഇറ്റ്. അത് മാത്രമല്ല പട്ടത്തിൻ്റെ പട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ഫേസ്, നന്നായിട്ടൊരു പടം, ഒരു മുഖം വരച്ചിട്ട് ചേർത്തിരിക്കുന്നു ആ ഒരു പട്ടത്തിൽ. With the 2 eyes made of small mirrors. 2 small mirrors വെച്ചിട്ട് കണ്ണുകൾ നിർമ്മിച്ചിരിക്കുന്നു. ആൻഡ് ദ ഡിസ്ക് ഡിക്രീസിങ് ഇൻ സൈസ് ഫ്രം ഹെഡ് ടു ടെയിൽ. പട്ടം അറിയാലോ നമുക്ക്, അതിനൊരു തല മുതൽ വാല് വരെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ടെയിൽ വരെ വാല് വരെ ആ ഡിസ്ക് പതുക്കെ അളവ് കുറഞ്ഞ് ഡിക്രീസിങ് ഇൻ സൈസ് ഫ്രം head to tail. Gave the kite the appearance of a crawling serpent. ഒരു സെർപ്പൻറ്റിനെ പോലെ, ഒരു എഴയുന്ന ഒരു സർപ്പത്തെ പോലെ, ഒരു സ്നേക്കിനെ പോലെ ഉള്ളൊരു അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട് ആ പട്ടത്തിന്, ആ കൈറ്റിന്. ഇറ്റ് റിക്വയർഡ് ഗ്രേറ്റ് സ്കിൽ ടു റേസ് ദിസ് ഫ്രം ദ ഗ്രൗണ്ട്. ഇത് ഗ്രൗണ്ടിൽ നിന്നാട്ടില്ല. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ മിറേഴ്സ് ചേർത്തിട്ടുണ്ട്, ഗ്രാസ് തൂക്കിയിട്ടിട്ടുണ്ട്, ഡിസ്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇറ്റ്സ് എ ഹെവി തിങ്, ഒരു നല്ല വെയിറ്റ് ഉള്ള ഒരു പട്ടമാണത്. സോ ഇറ്റ് റിക്വയർഡ് ഗ്രേറ്റ് സ്കിൽ ടു റേസ് ദിസ് ഫോം ഫ്രം ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് പൊക്കുന്നതിന് കുറച്ച് സ്കില്ലൊക്കെ വേണം. ആൻഡ് ഓൺലി മെഹമൂദ് കുഡ് മാനേജ് ഇറ്റ്. അത് അവസാനമായി പറയുന്നു മെഹമൂദിന് മാത്രം, അതിൻ്റെ മേക്കറിന് മാത്രമാണ് അതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നു. സോ ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഡ്രാഗൺ കൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കിത് എഴുതാൻ സാധിക്കണം. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ചേഞ്ച് കെയിം ഓവർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് മെഹമൂദ്സ് നെയ്ബേഴ്സ്? കഥയിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് മെഹമൂദിൻ്റെ നെയ്ബേഴ്സ് പാസ്റ്റ് ഇയേഴ്സിൽ എങ്ങനെയായിരുന്നു, അറ്റ് പ്രസൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. So here is the answer. Those past days were the days of leisure. ഭയങ്കര സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു പഴയ ആ കാലഘട്ടം എന്ന് പറയുന്നത്. ഫൺ ആൻഡ് കൈറ്റ് ഫ്ലൈയിങ്. മെഹമൂദ് വാസ് റെസ്പെക്റ്റഡ്.
എല്ലാവരും മെഹമൂദിനെ ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു ലെഷർ ഡേയ്സിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബട്ട് നൗ ഇൻ ഹിസ് ഓൾഡ് ഏജ് പീപ്പിൾ ഹാവ് നോ ലെഷർ, നോ ഫൺ ആൻഡ് നോ കൈറ്റ് ഫ്ലൈയിങ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു ലെഷർ ടൈമും കാണാനില്ല, ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങളുമില്ല, കൈറ്റ് ഫ്ലൈയിങ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. മെഹമൂദ് ഈസ് ഓൾസോ നോട്ട് റെസ്പെക്റ്റഡ്. അതുമാത്രമല്ല ഏജ് ഒരുപാട് അങ്ങോട്ടാവുമ്പോൾ എല്ലാവരുടെയും റെസ്പെക്റ്റ്, ആ പണ്ട് കിട്ടിയിരുന്ന റെസ്പെക്റ്റ് അതുപോലെ കിട്ടണം എന്നൊന്നുമില്ല അല്ലേ. സോ മെഹമൂദിന് അതിപ്പോൾ കിട്ടുന്നില്ല, ബഹുമാനമൊന്നും അധികം ആൾക്കാരൊന്നും മെഹമൂദിന് കൊടുക്കുന്നില്ല. വെൻ ഹി വാസ് യങ്ങർ ആൻഡ് ഹാവ് ഫോളൻ സിക്ക്, അദ്ദേഹത്തിന് വളരെ പ്രായം കുറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം യങ് ആയിരുന്ന സമയത്ത് അസുഖബാധിതനാവുമ്പോൾ, സിക്കാവുന്ന സമയത്ത് എവരി വൺ ഇൻ ദ നെയ്ബർഹുഡ് ഹാഡ് കം ടു ആസ്ക് ആഫ്റ്റർ ഹിസ് ഹെൽത്ത്. ആഫ്റ്റർ ഹിസ് ഹെൽത്ത് മീൻസ് അസുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ നെയ്ബർഹുഡിൽ നിന്ന്, അയൽപ്പക്കത്ത് നിന്ന് ആൾക്കാർ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നൗ പക്ഷേ അറ്റ് പ്രസൻറ്റ് എന്താ സംഭവിച്ചത്? വെൻ ഹിസ് ഡേയ്സ് വെർ ഡ്രോയിങ് ടു എ ക്ലോസ് മീൻസ് ഇറ്റ്സ് കമ്മിങ് ടു ആൻ എൻഡ് അല്ലേ. ഏകദേശം അവസാന കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് മെഹമൂദ്. നോ വൺ വിസിറ്റഡ് ഹിം. ഈ അവസാന കാലഘട്ടത്തിൽ ആരും അദ്ദേഹത്തെ കാണാൻ വരുന്നില്ല. മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് ഫ്രണ്ട്സ് വെർ ഡെഡ്. അദ്ദേഹത്തെ കാണാൻ വരുന്നില്ല നെയ്ബേഴ്സ് ആരും. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ ഏകദേശം കുറേ പേരൊക്കെ മരിച്ചിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് ഫ്രണ്ട്സ് വെർ ഡെഡ്. So the next question is, how does the writer equate or compare men with trees? ഇത് നിങ്ങൾക്ക് കൈറ്റ് മേക്കറിൻ്റെ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യാനൊക്കെ ചോദിക്കുമ്പോഴും ആഡ് ചെയ്യാവുന്ന പോയിൻ്റാണ്. ഇറ്റ് വിൽ ഫെച്ച് യു മോർ മാർക്സ്. ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു റസ്കിൻ ബോണ്ടിൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ റസ്കിൻ ബോണ്ട്, ദ ഓതർ ഓഫ് ദ സ്റ്റോറി, കമ്പയർ men with trees, നിങ്ങൾക്ക് ആ സ്റ്റോറി വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. സോ ഹിയർ ഈസ് ദി ആൻസർ. ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്, എങ്ങനെയാണ് റൈറ്റർ കമ്പയർ ചെയ്യുന്നത്? ഇതിൽ മെഹമൂദിനെയും അലിയെയും ട്രീസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇക്വേറ്റ് മീൻസ് എന്താ, ഇക്വേറ്റ് എന്ന് പറഞ്ഞാൽ കൺസിഡർ ടു ബി ദ സെയിം ആസ് ഓർ ഇക്വലൻറ്റ് ടു അനദർ. അപ്പോൾ നമ്മുടെ മെഹമൂദിനെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അലിയെ ആരുമായിട്ടാണ്, എന്തുമായിട്ടാണ്, ഏത് മരവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഹിയർ ഈസ് ദി ആൻസർ. ദ റൈറ്റർ ഷോസ് സം പോയിന്റ്സ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ മെൻ ആൻഡ് ട്രീസ്. നമ്മുടെ റൈറ്റർ റസ്കിൻ ബോണ്ട് ഇവിടെ നമുക്ക് കുറച്ച് കമ്പാരിസൺ കാണിച്ചു തരുന്നുണ്ട്, എന്താ പറയുന്നത്, ഒന്ന് താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഇഫ് ദേ ആർ നോട്ട് ട്രബിൾഡ് ദേ ഗ്രോ അറ്റ് ദ സെയിം പേസ്. അദ്ദേഹം പറയുന്നുണ്ട്, എങ്ങനെയാണോ മരത്തിൻ്റെ വളർച്ച, അതിനെ ആരും ട്രബിൾ ചെയ്യാത്തതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു കൊച്ചു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവനെ ആരെങ്കിലും ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കും. അതുപോലെ തന്നെയാണ് ഒരു ചെടിയെ നമ്മൾ വളർത്തുമ്പോൾ ആ ചെടിക്ക് എന്തെങ്കിലും ഒരു അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അതായത് മരം വെട്ടുകയോ അല്ലെങ്കിൽ അതിന് ചൂടുവെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അതിന് ഇലകൾ പിച്ചി കളയുകയോ ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ് നമ്മുടെ കുട്ടിയുടെ വളർച്ചയിൽ സംഭവിക്കുന്നതെന്നാണ് റസ്കിൻ ബോണ്ട് പറയുന്നത്. ദേ ഗ്രോ അറ്റ് ദ സെയിം പേസ്. പേസ് മീൻസ് ഒരേ സ്പീഡിലാണ് കുട്ടിയും ഈ നമ്മുടെ മരങ്ങളും ഒക്കെ വളരുന്നത്. വെൻ ദേ ആർ യങ് ദേ ആർ ബ്രൈറ്റ് ആൻഡ് ചിയർഫുൾ. അപ്പോൾ പ്രായം കുറഞ്ഞിരിക്കുന്ന സമയത്ത് അലിയെ പോലെ ആയിരിക്കുന്ന സമയത്ത് ബ്രൈറ്റ് ആയിരിക്കും അല്ലേ, അവർ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അവർക്കുണ്ടാവും. ആൻഡ് ചിയർഫുൾ മീൻസ് വളരെ ജോളിയായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലഘട്ടം. ദേ ബെൻഡ് എ ലിറ്റിൽ, ദെയർ ലിംസ് ആർ ബ്രിട്ടിൽ. ഇനി കുറച്ച് പ്രായമാവുമ്പോഴോ അവർ കുറച്ച് ഒന്ന് കൂനേണ്ടി വരും അല്ലേ. ദെയർ ലിംസ് ആർ ബ്രിട്ടിൽ മീൻസ് പെട്ടെന്ന് പൊട്ടാൻ പോകുന്ന പോലുള്ള ലിംസ് ആയിരിക്കും, എല്ലുകൾ ഒക്കെ ആയിരിക്കും അവരുടേത്. ആൻഡ് ഷെഡ് ദെയർ ലീവ്സ് ഇൻ ഓൾഡ് ഏജ്. അപ്പോൾ പ്രായമാവുന്ന സമയത്ത് അവരുടെ എന്താ പറയുന്നത്, എല്ലുകൾക്കൊന്നും ഒരു ബലവും ഉണ്ടാവില്ല. അതുമാത്രമല്ല അവരെ അവസാന നാളുകളിൽ അവരുടെ ഇല പൊഴിക്കുന്നത് പോലെ, എങ്ങനെയാണോ മരങ്ങൾ ഇല പൊഴിക്കുന്നത് പോലെ, അതുപോലെയാണ് ഓരോ നാളും എണ്ണി ഒരു പ്രായമായ ആൾ ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്കതിൻ്റെ ആൻസർ എഴുതാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഓൾഡ് മാൻ കമ്പയർ ദ ഓൾഡ് ടൈം വിത്ത് ദ പ്രസൻറ്റ് ടൈം? വാട്ട് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഡസ് ഹി ഫൈൻഡ്? ഓൾറെഡി നമ്മളിതിൻ്റെ ഒരു ആൻസർ വേറൊരു ചോദ്യത്തിൻ്റെ ഭാഗമായി പറഞ്ഞതാണ്. അഗെയിൻ നമ്മുടെ മെഹമൂദ്, ദാറ്റ് ഈസ് ദ ഓൾഡ് മാൻ ഹിയർ, എങ്ങനെയാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് പഴയ കാലത്തെയും ഈ പ്രസൻറ്റ് ടൈമിനെയും? ഓർ അത് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഡസ് ഹി ഫൈൻഡ്? ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഇൻ ദ പാസ്റ്റ് ടൈം കൈറ്റ് ഫ്ലൈയിങ് വാസ് ദ സ്പോട്ട് ഓഫ് കിങ്സ്.
പഴയ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇത് രാജാക്കന്മാരുടെ ഒരു വിനോദ ഒരു എന്താ ഉപാധിയായിരുന്നു. ഇൻ ദ പ്രസൻറ്റ് ടൈം പക്ഷേ ഇപ്പോൾ വെരി ഫ്യൂ പീപ്പിൾ ബ്രോട്ട് കൈറ്റ്സ്. ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, പട്ടം വാങ്ങുന്നത് തന്നെ. ഇൻ ദോസ് ഡേയ്സ് പീപ്പിൾ ഹാഡ് ടൈം ടു സ്പെൻഡ് വിത്ത് കൈറ്റ്, ബട്ട് നൗ എവറിബഡി ഈസ് ഹറീസ്. സോ എല്ലാവരും ഇപ്പോൾ എന്താ പറയുന്നത്, ഇൻ എ ഹറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ ധൃതിയിൽ ജോലികളിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ ബിസി ലൈഫിലാണ് എല്ലാവരും. പക്ഷെ ഓൾഡ് ഡേയ്സിലാണെങ്കിൽ കുറച്ച് ടൈം കൈറ്റ് ഫ്ലൈയിങ്ങിന് വേണ്ടിയൊക്കെ സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ടൈം ഡിഡ് ദ ഓൾഡ് മാൻ റിമെമ്പർ അബൌട്ട്? Give some of the peculiarities of the time he remembered. Again the same question. പഴയ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന മെഹ്മൂദിനെയാണ് നമുക്ക് കൈറ്റ് മേക്കറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഡേ ഡ്രീമിലേക്ക് പോകുന്ന മെഹ്മൂദ് അല്ലേ. ദ ഓൾഡ് മാൻ റിമെമ്പേർഡ് ദ ഡേയ്സ് ഓഫ് നവാബ്. നവാബ് എന്ന് പറയുന്നത് ഒരു നാട്ടുപ്രമാണി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നവാബിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചിരുന്നു. ദ പീപ്പിൾ വെയർ വെരി ഫോണ്ട് ഓഫ് ഫ്ലൈയിങ് കൈറ്റ്സ്. ആ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് പട്ടം പറത്തുന്നത് ഭയങ്കര ഹരമായിരുന്നു. ഗ്രേറ്റ് ബാറ്റിൽസ് വിത്ത് ബെറ്റിംഗ് വെർ ഫോർഡ് ഇൻ കൈറ്റ് ഫ്ലൈയിങ്. അതുമാത്രമല്ല, വലിയ വലിയ ഗ്രേറ്റ് ബാറ്റിൽ മീൻസ് യുദ്ധങ്ങളാണ്, വലിയ യുദ്ധം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കൈറ്റ് ഫ്ലൈയിങ്ങിൽ ആര് ജയിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ബെറ്റ് വെക്കുന്നതിൽ ആ ബെറ്റ് വെച്ചതിൻ്റെ പേരിലൊക്കെ യുദ്ധം ഉണ്ടായ കാലഘട്ടം പോലും ഉണ്ടായിരുന്നു എന്ന് മെഹ്മൂദ് ആലോചിക്കുന്നതാണ് അതിൻ്റെ ഉത്തരം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ സോഴ്സ് ഓഫ് മെഹ്മൂദ്സ് ഹാപ്പിനെസ് ഇൻ ഹിസ് ഓൾഡ് ഏജ്? അദ്ദേഹത്തിൻ്റെ ഓൾഡ് ഏജിൽ അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് എന്താണെന്നാണ് ചോദ്യം. Past memories of his life and the presence of his little grandson Ali gave him some relief when he was old. അപ്പോൾ നമുക്കറിയാം, ഗ്രാൻഡ് പേരൻസിന് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനെ കാണുന്നതിനപ്പുറം ഒരു റിലീഫ് ഇനി കിട്ടാനില്ല അല്ലേ. അപ്പോൾ പാസ്റ്റ് മെമ്മറീസ്, പഴയകാല ഓർമ്മകൾ, ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഹിസ് ഗ്രാൻഡ് സൺ, ഹിസ് ലിറ്റിൽ ഗ്രാൻഡ് സൺ അലി. അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ പ്രസൻസും പഴയകാല ഓർമ്മകളും അദ്ദേഹത്തിന് ഗീവ് സം റിലീഫ് വെൻ ഹി വാസ് ഓൾഡ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രായമായിരിക്കുന്ന സമയത്ത് ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന് റിലീഫ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കൊടുത്ത രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. So next question, what is the feeling created in us by this story? ഇതൊക്കെ നമുക്ക് ഓൺ വേർഡ്സിൽ എഴുതാനായിട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഈസ്, എന്ത് ഫീലിംഗ് ആണ് നിങ്ങളിൽ ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടായത് എന്നാണ് ചോദ്യം. By this story, the feeling of pathos and sympathy for Mehmood. Pathos means നമുക്കൊരു പിറ്റിനെസ്, ഒരു സിമ്പതി ഒക്കെ തോന്നുന്നു, ഒരു സഹതാപം ഒക്കെ തോന്നുന്നുണ്ട് അല്ലേ മെഹ്മൂദിനോട്. is created in us. Moreover, we feel that man also is like a kite to fly away forever at any time. അത് നമുക്കറിയാം. ലൈഫ് ഇസ് നോട്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല ലൈഫ് എന്ന് നമുക്കറിയാം അല്ലേ. ഒരു സ്റ്റക്കായി പോയി ഒരു കൈറ്റിനെ പോലെ ഒരു മരത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. കുറച്ച് കഴിഞ്ഞ് നമുക്കും ഫ്രീ ആയി ഈ ആകാശത്തിലേക്ക് പറന്നുയരേണ്ടി വരും അല്ലെങ്കിൽ പറന്നകലേണ്ടി വരും അല്ലേ. വി ഫീൽ ദാറ്റ് മാൻ ഓൾസോ ഇസ് ലൈക്ക് എ കൈറ്റ് ടു ഫ്ലൈ അവേ ഫോർ എവർ അറ്റ് എനി ടൈം. ഏത് സമയവും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയാനായിട്ട് തയ്യാറായിരിക്കുന്നവരെ പോലെ തന്നെയാണ് അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു മെഹ്മൂദ്? സ്റ്റോറിയുടെ അവസാനം നമ്മുടെ മെഹ്മൂദിന് എന്താ സംഭവിച്ചതെന്ന് കഥ വായിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഹൃദയസ്പർശിയാണ്, ഒരു ഹാർട്ട് ടച്ച്ഡ് ആണ് ഈ സ്റ്റോറി എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല അല്ലേ. മെഹ്മൂദ് വാസ് സൈലന്റ് ആൻഡ് ഡിഡ്ന്റ് റെസ്പോണ്ട് ടു അലീസ് കോൾ. മെഹ്മൂദ് സൈലൻ്റായി ഡേ ഡ്രീമിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അലിയുടെ ഒരു ചോദ്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന മെഹ്മൂദിനെ കാണുമ്പോൾ റീഡേഴ്സിന് മനസ്സിലാവുന്നുണ്ട് മെഹ്മൂദ് പാസ്ഡ് അവേ എന്നുള്ളത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, prepare a character sketch of Mehmood the kite maker. One of the important questions. So ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് കൈറ്റ് മേക്കറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും കൈറ്റ് മേക്കർ എന്ന് പറയുന്ന സ്റ്റോറി ചോദിച്ചാലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയുടെ ഒരു ജിസ്റ്റാണ് ഈ ഒരു ആൻസറിലുള്ളത്. മെഹ്മൂദ് വാസ് ആൻ ഓൾഡ് കൈറ്റ് മേക്കർ. അദ്ദേഹം ഒരു കൈറ്റ് മേക്കർ ആയിരുന്നു. ഹി വാസ് എ വെൽ നോൺ കൈറ്റ് മേക്കർ. ഹി വാസ് വെരി ലവിങ് വെൻ ഹി വാസ് യങ്ങർ. അദ്ദേഹത്തിന് യങ്ങായിരുന്ന അല്ലെങ്കിൽ യങ്ങായിരുന്ന സമയത്ത് ഹി ഹാഡ് ഫോളൻ സിക്ക്. ദെൻ എവ്രി വൺ ഇൻ ദ വില്ലേജ് കെയിം ടു വിസിറ്റ് ഹിം.
അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദ ഓൾഡ് മാൻ റിമൈൻഡ് ഡ്രീമിങ് ഇൻ ദ സൺ. ആ ഡേ ഡ്രീം എന്ന് പറയുന്ന പകൽക്കിനാവ് കണ്ടിരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു നമ്മുടെ കൈറ്റ് മേക്കർ. ഹിസ് കൈറ്റ് ഷോപ്പ് വാസ് ഗോൺ. അദ്ദേഹത്തിൻ്റെ കൈറ്റ് ഷോപ്പ് ഇപ്പോൾ ഇല്ല. ബട്ട് സ്റ്റിൽ ഹി മെയ്ഡ് കൈറ്റ്സ് ഫോർ ഹിസ് ഓൺ അമ്യൂസ്മെൻറ്റ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്യൂസ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? കൈറ്റ് നിർമ്മിക്കാറുണ്ട്. ആൻഡ് ഹി മെയ്ഡ് കൈറ്റ്സ് ഫോർ ഹിസ് ഗ്രാൻഡ് സൺ അലി. അത് മാത്രമല്ല, അലിക്ക് വേണ്ടിയും അദ്ദേഹം കൈറ്റ് മെയ്ഡ് ചെയ്യാറുണ്ട്. ആൻഡ് വെൻ മെഹമ്മൂദ് ഫെൽ സിക്ക് നോ വൺ വിസിറ്റഡ് ഹിം. പ്രസൻ്റ്ലി അല്ലെങ്കിൽ നൗ മെഹമ്മൂദിന് വയ്യാണ്ടായി കഴിഞ്ഞാൽ ആരും അദ്ദേഹത്തിനെ കാണാൻ വരാറില്ല. മെഹമ്മൂദ് വാസ് ലൈക്ക് ദ ബനിയൻ ട്രീ പോലെയാണ്. ബനിയൻ മീൻസ് ബനിയൻ ട്രീ ആണ് കേട്ടോ. ഒരു പേരാല് പോലെയാണ് നമ്മുടെ മെഹമ്മൂദിനെ റസ്കിൻ ബോണ്ട് കമ്പയർ ചെയ്യുന്നത്. ഹിസ് ഹാൻഡ്സ് gnarled and twisted like the roots of the ancient tree. Gnarled and twisted means അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിങ്ങൾക്ക് ഞരമ്പുകളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നതായി കാണാം. എങ്ങനെയാണോ ഏൻഷ്യൻ ട്രീയുടെ റൂട്ട്സ്, ഏൻഷ്യൻ ട്രീയുടെ നമ്മുടെ ഏൻഷ്യൻ ബനിയൻ ട്രീയുടെ അതിപുരാതനമായിട്ടുള്ള പേരാലാണത്. അതിൻ്റെ റൂട്ട്സ് എങ്ങനെയാണോ പടർന്നു പോയിരിക്കുന്നത്, ട്വിസ്റ്റ് ചെയ്ത് പോയിരിക്കുന്നത്, അതുപോലെ നമ്മുടെ മെഹമ്മൂദിൻ്റെ കൈകളിൽ ഞരമ്പുകൾ കാണാം, തെളിഞ്ഞ് കാണാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഹിയർ ഈസ് ദ കമ്പാരിസൺ. ആ ബനിയൻ ട്രീയുമായിട്ട് മെഹമ്മൂദിനെ കമ്പയർ ചെയ്തിരിക്കുന്നു നമ്മുടെ ഓതർ റസ്കിൻ ബോണ്ട്. So the last question, you get a chance to meet Ruskin Bond, the person who wrote the short story The Kitemaker. So നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും അത് ചോദിക്കാം. ഒരു പക്ഷേ ഇങ്ങനെ ടെക്സ്റ്റിൽ തന്നെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസുമായിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റൽ കോണ്ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യമാവാം. ഇപ്പം നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് യു ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് റസ്കിൻ ബോണ്ട്. നമ്മുടെ ഓതറിൻ്റെ പേര് തന്നെ തന്നിരിക്കുന്നു. ഓതറിനെ നിങ്ങൾക്ക് കാണാനായിട്ടൊരു ചാൻസ് കിട്ടുന്നു. നിങ്ങളുടെ സ്റ്റോറി എഴുതിയ കൈറ്റ് മേക്കർ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി എഴുതി റസ്കിൻ ബോണ്ടിനെ നിങ്ങൾക്ക് കാണാൻ ഒരു ചാൻസ് കിട്ടുന്നു. റൈറ്റ് ഡൗൺ 3 questions you would ask him. അദ്ദേഹത്തിനോട് ചോദിക്കാൻ സാധ്യതയുള്ള 3 ചോദ്യങ്ങൾ എഴുതുക. റിഗാർഡിങ് മെഹമ്മൂദിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാവണം ചോദിക്കേണ്ടത്. ആൻഡ് ദ പോസിബിൾ ആൻസേഴ്സ് ഹി വുഡ് ഗീവ്. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന് തരാൻ സാധ്യതയുള്ള ഉത്തരങ്ങളുമാണ് എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചു നോക്കണം. ചോദ്യവും ഉത്തരവും എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. അല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാത്രം ഒരു റൈറ്റ് ഡൗൺ 3 questions you would ask him എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ 3 ചോദ്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യനും റെസ്പോൺസും എഴുതണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും റെസ്പോൺസും എഴുതി, അതായത് ക്വസ്റ്റ്യനും റെസ്പോൺസും എഴുതി വേണം ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ ഒരു 6 മാർക്ക് ചോദ്യമാണെങ്കിൽ 3 ക്വസ്റ്റ്യൻസും 3 ആൻസേഴ്സിനുമാണ് 6 മാർക്ക് കിട്ടുക. നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് മാത്രം എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കിനുള്ള കണ്ടന്റ് നിങ്ങൾ എഴുതിയിട്ടുള്ളൂ എന്ന് വിചാരിക്കേണ്ടി വരും. ഓക്കെ, സോ ഹിയർ ഈസ് ദി ആൻസർ. ആൻസർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, വെൻ ഡിഡ് യു മീറ്റ് മെഹമ്മൂദ് ദ കൈറ്റ് മേക്കർ ഫോർ ദ ഫസ്റ്റ് ടൈം? ആദ്യമായിട്ട് നിങ്ങൾ എപ്പോഴാണ് മെഹമ്മൂദിനെ കണ്ടത്? റസ്കിൻ ബോണ്ടിനോട് ചോദിക്കുകയാണ്. സോ ഐ മേറ്റ് മെഹമ്മൂദ് വെൻ ഐ വാസ്, അപ്പോൾ റെസ്പോൺസ് ആണ് RESP എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. റെസ്പോൺസ് ആണ് ഐ മേറ്റ് മെഹമ്മൂദ് വെൻ ഐ വാസ് ലിവിങ് ഇൻ സിംല വിത്ത് മൈ ഫാമിലി. എൻ്റെ ഫാമിലിയോടൊപ്പം സിംലയിൽ കഴിയുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ക്വാളിറ്റീസ് ഇൻ മെഹമ്മൂദ് യു ലൈക്ക് മോസ്റ്റ്? എന്ത് ക്വാളിറ്റിയാണ് മെഹമ്മൂദിൻ്റെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എന്ത് ക്വാളിറ്റിയാണ് മെഹമ്മൂദിലുള്ളത്? റെസ്പോൺസ് ഇതാണ്, മെഹമ്മൂദ് വാസ് എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. അദ്ദേഹം ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്, കഠിനാധ്വാനിയാണ്. ഹി വാസ് ഓൾസോ പേഷ്യൻറ്റ്, അതുപോലെ ക്ഷമാശീലമുള്ള ആളുമാണ്. തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, ഡു യു തിങ്ക് ദാറ്റ് മെഹമ്മൂദ് വാസ് എ മാൻ ഓഫ് ഡ്രീംസ്? ഞാൻ പറഞ്ഞു, ഒരു ഡേ ഡ്രീം കാണുന്ന ഒരാളായിട്ട് മെഹമ്മൂദിനെ നമ്മുടെ റസ്കിൻ ബോർഡ് ചിത്രീകരിച്ചിട്ടുണ്ട്. ഡു യു തിങ്ക്, അദ്ദേഹത്തിനോടുള്ള ചോദ്യം, റസ്കിൻ ബോർഡിനോടുള്ള ചോദ്യം ഇതാണ്, ഡു യു തിങ്ക് ദാറ്റ് മെഹമ്മൂദ് വാസ് എ മാൻ ഓഫ് ഡ്രീംസ്? മാൻ ഓഫ് ഡ്രീംസ് ആണോ അദ്ദേഹം എന്ന്, സ്വപ്നജീവിയാണോ എന്നാണ് ചോദ്യം. റെസ്പോൺസ് ഇതാണ്, യെസ് ഐ തിങ്ക് ദാറ്റ് മെഹമ്മൂദ് വാസ് എ മാൻ ഓഫ് ഡ്രീംസ്. ഹി യൂസ് ടു സിറ്റ് അണ്ടർ ആൻ ഓൾഡ് ബനിയൻ ട്രീ. His grandson would come barefoot and dressed in torn shirt. His grandson would often complain regarding his kites. അപ്പോൾ അത് ചാപ്റ്ററിൽ തന്നെ സെൻറ്റൻസ് ആഡ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. യെസ് ഐ തിങ്ക് ദാറ്റ് മെഹമ്മൂദ് വാസ് എ മാൻ ഓഫ് ഡ്രീംസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് അബൌട്ട് ദ കൈറ്റ് ഷോപ്സ് ഇൻ ഗലി രാംനഥാൻ സ്ട്രീറ്റ് നൗ? അപ്പോൾ കൈറ്റ് ഷോപ്പ് അല്ലേ,
നമ്മുടെ മെഹമ്മൂദിൻ്റെ കൈറ്റ് ഷോപ്പ് എന്നേ അദ്ദേഹത്തിന് നഷ്ടമായ കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു സ്റ്റോറിയിൽ. സോ ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദി കൈറ്റ് ഷോപ്സ് ഇൻ ഗലിറാം നൊതാൻ സ്ട്രീറ്റ് നൗ? ഗലിറാം നൊതാൻ സ്ട്രീറ്റിൽ ഇപ്പോൾ കൈറ്റ് ഷോപ്പ് ഉണ്ടോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ റസ്കിൻ ബോണ്ടിൻ്റെ റെസ്പോൺസ് ഇതാണ്, നൗ ദർ ആർ നോ കൈറ്റ് ഷോപ്സ്. ഇപ്പോൾ പട്ടത്തിനായിട്ടൊരു ഷോപ്പൊന്നും അവിടെ ഇല്ല. പീപ്പിൾ ആർ വെരി ബിസി. ആൾക്കാരെല്ലാം, ജനങ്ങളൊക്കെ വളരെ തിരക്കിലാണ്. ദേ ഡോണ്ട് ഹാവ് ടൈം ടു എൻജോയ് കൈറ്റ് ഫ്ലൈയിങ്. ഇപ്പോൾ കൈറ്റ് ഫ്ലൈയിങ്ങിനൊരു സമയമൊന്നും കണ്ടെത്താറില്ല ആരും. ദേ എൻജോയ് സിനിമ, സോഷ്യൽ മീഡിയ എക്സെട്ര. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സമയം സ്പെൻഡ് ചെയ്യാനും സിനിമ കാണാനും ഒക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. സോ നൗ ദർ ആർ നോ കൈറ്റ് ഷോപ്സ്. സോ നമ്മുടെ കൈറ്റ് മേക്കർ എന്ന് പറയുന്ന ചാപ്റ്റർ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഇൻ യുവർ ടെക്സ്റ്റ്. ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് തന്നെ ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. കൈറ്റ് മേക്കർ എന്ന് പറയുന്ന ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് തോന്നുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.